നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ടഫുള്ള സബ്ജക്റ്റ് നമ്മൾ എന്താ ചെയ്യാറ്? അതെ, എന്നെ കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ആ പുസ്തകം മാറ്റി വെക്കുകയല്ലേ ചെയ്യാറ്? ഏതൊരു വിഷയവും നമുക്ക് ബുദ്ധിമുട്ടായി മാറുന്നത് എങ്ങനെയാണെന്നറിയോ? അത് ആ പഠിക്കേണ്ട രീതിയിൽ പഠിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ SS പഠിക്കേണ്ട രീതിയിലാണോ മാത്സ് പഠിക്കേണ്ടത്? അല്ല, അതിൽ മാറ്റമുണ്ട് അല്ലേ? നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ചാപ്റ്ററാണ് പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് അങ്ങ് പഠിക്കല്ല വേണ്ടത്. അതിനെ ചെറിയ ചെറിയ പാർട്ടാക്കി അതിൽ വരുന്ന ഹെഡിങ്സ്, സബ് ഹെഡിങ്സ്, പോയിൻറ്റ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനും. നമ്മളിലൊക്കെ ഉള്ളൊരു ശീലമാണ് വായിക്കാനിരിക്കുമ്പോൾ വെറുതെ അങ്ങനെ വായിക്കും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരുപാട് കാണാപ്പാഠം പഠിക്കും. ഇതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഇല്ല. വായിക്കാനുള്ള ഒരു പേജ് എടുക്കുക, അത് വായിച്ച് കഴിഞ്ഞിട്ട് ആ പുസ്തകം ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു ബ്ലാങ്ക് പേപ്പറോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കോ എടുത്ത് വെക്കുക. നമ്മൾ നേരത്തെ പേജിൽ വായിച്ച കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത്, ആ മനസ്സിലായ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഈ പുസ്തകത്തിൽ നമ്മളുടെ ഭാഷയിൽ മാത്രം എന്ത് ചെയ്യുക? എഴുതുക. അതുപോലെ ഡെഫിനിഷനും ഫോർമുലയൊക്കെ പഠിക്കുമ്പോൾ ഇത് എന്തിനാണ് പഠിക്കുന്നത്, ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ചോദിച്ച് വേണം ചെയ്യാൻ പഠിക്കാൻ. മാത്സിലാണെങ്കിലും ഫിസിക്സിലാണെങ്കിലും ഒരുപാട് ഫോർമുലയും ഡെഫിനിഷനൊക്കെ വരുന്നതാണല്ലേ. അപ്പോൾ ഓരോ കോൺസെപ്റ്റും 3-4 എക്സാമ്പിൾ വെച്ച് പ്രാക്ടീസ് ചെയ്യൽ നിർബന്ധമാണ്. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള, തീരെ പഠിക്കാൻ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഈ രീതിയിലൂടെ എന്ത് ചെയ്യുക? പഠിച്ചു നോക്കുക.